വെൽക്കം ബാക്ക് ടു ടോപ്പ് ടിക്കറ്റ്സ്. നാളികേരത്തിൽ നിന്നും ആരോഗ്യദായകമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീനോറ ഇന്റർനാഷണൽ. ഇന്ന് നമുക്ക് കുറച്ച് നാളികേരത്തിന്റെ വിശേഷങ്ങൾ കാണാം. കാർഷിക സംരംഭക രംഗത്ത് മികച്ച വിജയം കൈവരിച്ച സുമില ജയരാജാണ് ഗ്രീനോറ ഇന്റർനാഷണലിന്റെ ഓണർ. മാഡം നമസ്കാരം. നമസ്കാരം. കോക്കനട്ടിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എങ്ങനെയായിരുന്നു ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്. എനിക്ക് യാതൊരു പാരമ്പര്യം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കേരളത്തിന്റെ സിഗ്നേച്ചറാണ് നാളികേരം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതെനിക്കൊരു ബിസിനസ് മാത്രമല്ല, എൻ്റെ ഒരു പാഷനും കൂടിയാണ്. ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് അറിയാം. നമുക്ക് നാളികേരത്തെ പറ്റിയിട്ട് ആയുർവേദത്തിലും ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു ഗുണങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തിക്കാനുള്ള ഒരു ചെറിയൊരു ഒരു പ്രവർത്തനം കൂടിയാണ് നമ്മളുടെ ഒരു ഇത്. എത്ര വർഷമായി ഗ്രീനോറ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? 2012 നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്തത് 21 നവംബറിലാണ് തുടങ്ങിയത്. എത്രത്തോളം പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്? ഇപ്പൊ നമ്മളൊരു 7 എണ്ണാണ് ചെയ്യണത്. ശരിക്കും ഫിലിപ്പൈൻസിലൊക്കെ ഒരു 200 പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് എന്നാ പറയുന്നത് കോക്കനട്ടിൽ നിന്ന്. അപ്പം നമുക്കും അത്രയൊന്നും ഇല്ലെങ്കിലും കൂടുതൽ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇത്. ഇപ്പം നമ്മളൊരു 7 എണ്ണാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് അത് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്, കോക്കനട്ട് മിൽക്ക്. ഇത് നമുക്ക് ഈ ശരിക്കുള്ള തേങ്ങാപ്പാലാണ്, കട്ടിപ്പാൽ, ഒന്നാം പാൽ എന്ന് പറയില്ലേ. ഇത് നമുക്ക് കുക്കിങ്ങിന്, അതായത് ചിക്കൻ കറി, ഫിഷ് കറി, വെജിറ്റബിൾ സ്റ്റ്യൂ, പായസം, വിഷുക്കട്ട, ഇതൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. ഇത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കറിയിൽ ഒഴിക്കുക ലാസ്റ്റ് സ്റ്റേജിൽ. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. ഇത് നമുക്ക് കോഷർ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് അവർ ലോസ് ഏഞ്ചൽസിൽ നിന്ന് വന്നിട്ട് നമ്മുടെ യൂണിറ്റിൽ പ്രൊഡക്ഷനൊക്കെ നോക്കിയിട്ട് കോഷർ പാസ് ഓവർ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുക്കിങ്ങിന് നമ്മൾ തേങ്ങ ചിരകണ്ട, പൊളിക്കണ്ട, ഈസി ആയിട്ട് നമുക്കൊരു സദ്യ ഒരുക്കണമെങ്കിൽ തേങ്ങാപ്പാലിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ കാറ്ററിംഗുകാർക്കും കൊടുക്കുന്നുണ്ട് 1 ലിറ്ററിന്റെ പാക്കറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന വെർജിൻ ഓയിലാണ്. തേങ്ങാപ്പാലിൽ നിന്ന് യാതൊരു എഡിറ്റീവ്സും ചേർക്കുന്നില്ല. 100% പ്യുവർ ആണ്, ഒന്നുമില്ല. തേങ്ങാപ്പാലിൽ നിന്ന് വെള്ളവും കൊഴുപ്പും മാറ്റിയിട്ട് എടുക്കുന്ന ഓയിലാണ് ഇത്. നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് തന്നെ ഈ വെർജിൻ ഓയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമാണത്. നമ്മൾ കേരവൃക്ഷത്തിന്റെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് കുട്ടികൾക്ക് ഉള്ളപ്പോൾ നമ്മൾ മറ്റ് ബേബി ഓയിൽസ് വാങ്ങിച്ച് തേക്കുമ്പോഴേ ഇത് കുട്ടിയുടെ വായയിൽ പോയാലും കുഴപ്പമില്ല, കുട്ടി കുടിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ജനിച്ചതിന്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് നമുക്കിത് കുട്ടിക്ക് തേക്കാം. ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല. പത്മഭൂഷണും പത്മവിഭൂഷണും കിട്ടിയിട്ടുള്ള ഡോക്ടർ ഹെഗ്ഡെ പറയുന്നുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിലും ബ്രസ്റ്റ് മിൽക്കും മാത്രമാണ് ഒരു കുഞ്ഞു കുട്ടിയുടെ വായയിൽ വെച്ച് ഡൈജസ്റ്റ് ആവുന്ന 2 സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഗുണം അറിയാലോ. ഇതിൽ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ലോറിക് ആസിഡ് ആണ് ഇതിൽ 48 to 15%. അമ്മയുടെ മുലപ്പാലിലും 60%ഓളം സെയിം ലോറിക് ആസിഡ് ആണ്. അവന് നമ്മൾ അതിന്റെ ഗുണത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാതും നമ്മളുടെ കയ്യിലുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുണ്ണികളെ തേപ്പിച്ച് കുളിപ്പിക്കാം. ഇത് അതിന്റെ സ്ട്രെച്ച് മാർക്ക് പോവാനും നല്ലതാണ്. ഇത് നമ്മൾ മദർ ആൻഡ് ബേബി എന്നുള്ള ഒരു ലെവലിൽ ഉണ്ടാക്കുന്നു. ഇത് നമുക്കിപ്പോ ചെറുത് ടെസ്റ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ക്ലാരിറ്റി കണ്ടില്ലേ. ശരിക്കും കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ട്, ചൂടാക്കാതെ ഉണ്ടാക്കുന്നത്. ശീതീകരണ പ്രക്രിയ എന്ന് പറയാം മലയാളത്തിൽ പറയുമ്പോൾ. ഇത് അതിന്റെ വേറെ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ വെക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വിനെഗർ. അതായത് തേങ്ങ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന, വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് നമ്മൾ മറ്റേതിനേക്കാളും ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് സാലഡില് ടോപ്പ് ഓയിലായിട്ട് ചേർക്കാം. പിന്നെ പിക്കിളില് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 500 ml വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മൾ കുറേ സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഫുഡ് ഗ്രേഡ് പെറ്റ് ബോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ബോട്ടിലാണ് യൂസ് ചെയ്യുക. കാരണം അവിടെ എത്തുമ്പോഴേക്കും ഇത് ഫ്രീസ് ആവും. അപ്പൊ നമുക്ക് അവർക്ക് എടുക്കണം എന്ന് വെച്ചെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് എടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് പറ്റില്ലല്ലോ. ഇതാവുമ്പോൾ നമ്മൾ ഹോട്ട് വാട്ടറിലൊക്കെ വെച്ചിട്ട് മെൽറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഗ്ലാസ് ബോട്ടിൽ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണത്.
ഇതാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്നത് ഇതാണ്, ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് അവർക്ക് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് സ്പൂൺ വെച്ചിട്ട് ഉപയോഗിക്കാൻ ചെയ്യാം. വെറുതെ കഴിക്കാനും നല്ലതാണ്. രാത്രി കിടക്കണ നേരത്ത് 1 ടേബിൾ സ്പൂൺ വെർജിൻ ഓയിൽ കഴിക്കുന്നത് നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് ആവാൻ നല്ലതാണ്, ഡൈജഷന് കറക്റ്റ് ആണ്, പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒന്ന് കുറയാനും നല്ലതാണ് വെറുതെ കുടിക്കുന്നത്. 30 grams, അതായത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മുടെ ഒരു നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ്, ഇതാണ് കോക്കനട്ട് പിക്കിൾ അല്ലേ? അതായത് തേങ്ങ ചെറുതാക്കി എരിഞ്ഞിട്ട് നമ്മൾ അതിൽ സാധാരണ ചേർക്കുന്ന നമ്മുടെ വെർജിൻ ഓയിലാണ്, നമ്മൾ ഇതിൽ വെർജിൻ ഓയിൽ വെച്ചിട്ടാണ് വറക്കുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ സാധാരണ പിക്കിൾ ചെയ്യുന്നത് മതി. നല്ല ടേസ്റ്റി ഉണ്ട്, കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. പിന്നെ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലാണ് വരുന്നത് അല്ലേ? ഇത് 2 തരം പാക്കിംഗ് ഉണ്ട്. ഇത് നമ്മൾ HDP പാക്കിംഗ് ആണ്. ചിലവർ ഇത് സ്പെഷ്യലായിട്ട് ചോദിക്കും. ഇത് പെറ്റ് ബോട്ടിലാണ്. അപ്പോൾ ക്വാളിറ്റി വൈസിൽ കുറച്ചുകൂടി നല്ലത് ഈ HDP ബോട്ടിലാണ്. ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി കോക്കനട്ട് ഓയിലാണ്. ഇത് കൊപ്രയിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നത്തെ നമ്മുടെ ഇത് അതിന്റെ 1/2 ലിറ്റർ ആണ്. പിന്നെ ഇത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് തന്നെ 1 ലിറ്ററിന്റെ പാക്ക് നമ്മൾ കാറ്ററിംഗുകാർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇതേപോലെ ഈസി ആണല്ലോ കോക്കനട്ട് വെച്ചിട്ട്. അപ്പൊ അവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പാക്കറ്റ് വേണമെന്നില്ല, ഇങ്ങനെ 1 ലിറ്ററിന്റെ ചെറിയത് വേണ്ട. ഇത് ഇങ്ങനെ ഇതിൽ നമ്മൾ MRPയും ഇത് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ഡേറ്റും അടിച്ചിട്ട് ഇതാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, അതായത് തേങ്ങാപ്പൊടി. ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ പുട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ജസ്റ്റ് അതിൽ പൊട്ടിച്ച് ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. തേങ്ങയുടെ എല്ലാ ഗ്രേറ്റഡ് കോക്കനട്ടിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറിക്ക് വേണമെങ്കിൽ അരയ്ക്കാം, അല്ലാന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഇടാം. തോരനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇട്ടാൽ മതി. ഇതാണ്. ഇത് ബേക്കറികളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് 25 kgയുടെ പാക്കറ്റാണ് കൊടുക്കുന്നത്. സ്വീറ്റ്സ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്, ലഡു അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചമ്മന്തി പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ട് അതിൽ നമ്മൾ ഉള്ളി ഇഞ്ചി ഒക്കെ ഇട്ടിട്ട്, അത് ഡൽഹിയിൽ ഒരു ക്യാൻറ്റീനിലേക്കൊക്കെ ഡിമാൻഡാണ്. ഒരു 1/2 kg ആയിട്ട് ചോദിക്കുമ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഹെയർ ക്രീമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെയർ ക്രീം എന്ന് വെച്ചാൽ അതും അതിൽ രാസവസ്തുക്കളൊന്നും ചേർക്കാണ്ടുള്ളതാണ്. നമ്മൾ ബീസ് വാക്സും വെർജിൻ കോക്കനട്ട് ഓയിലും വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ലതാണ്. മെയിൻലി നമ്മൾ ബോയ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. മുടിയൊക്കെ ഇങ്ങനെ വെച്ച മാതിരി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിന്റെ ഒക്കെ ഒരു ഉപയോഗം പോലെ. ഇനി ഇതിന്റെ ടെക്നോളജി എനിക്ക് കിട്ടിയിട്ടുള്ളത് CFTRI മൈസൂരിൽ നിന്നാണ്. അവിടെ പോയിട്ടാണ് ഞാൻ ഇതിന്റെ ടെക്നോളജി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ വെർജിൻ ഓയിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ള പീര ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഡീഫാറ്റഡ് ഫൈബർ പ്രോട്ടീൻ ആണ്. അതിൽ നല്ലോണം പ്രോട്ടീൻ ഉണ്ടാവും, പക്ഷെ ഫാറ്റ് കുറവായിരിക്കും. അത് നമുക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. വീഗൻ പീപ്പിൾസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹാംലെസ്, വേറെ ഒരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവില്ല. ഇപ്പം അതിനൊക്കെ ഉള്ളൊരു യുഗമാണ് വരുന്നത് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ട് നെക്സ്റ്റ്. അത് നമുക്കിപ്പോൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മാവിൻ്റെ കൂടെ കുറച്ച് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ കുറച്ചുകൂടി പ്രോട്ടീൻ കിട്ടുന്നതാണ്. അപ്പം അതും കൂടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മനസ്സിലും ഉണ്ട്. നമ്മള് ഇവിടെ തന്നെയാണോ എല്ലാ പ്രോസസ്സിംഗും നടക്കുന്നത്? ഇവിടെ തന്നെയാണ് മിക്കവാറും എല്ലാതും നടക്കുന്നത്. പിന്നെ കുറച്ച് ഇതുള്ളതുകൊണ്ട് തേങ്ങയൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോസസ്സ് കാണാം. ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള നാളികേരം ഇവിടെ സ്റ്റോർ ചെയ്യും, അവിടെ നിന്ന് എടുത്തിട്ട് പൊളിച്ച നാളികേരം. ഇനി ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീഷെല്ലിങ്, അതായത് നാളികേരത്തിന്റെ ചിരട്ട പൊട്ടിക്കുന്നത്. ചിരട്ട പൊട്ടിക്കുന്ന മെഷീനാണ് ഇത്, ഡീഷെല്ലിങ് മെഷീനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചിരട്ട പൊട്ടിക്കും. ചിരട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് നമ്മൾ റിമൂവ് ചെയ്യണം. അതിനാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ടെസ്റ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും, ഒരു വൈറ്റ് ബോൾ മാതിരി. അതിനാണ് ഒരു മെഷീൻ മാനുവലിയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ബ്രൗൺ കളർ കളയും. കോക്കനട്ട് മിൽക്കിനാണ് വെച്ചാൽ നമ്മളത് പാർഷ്യലി കളയുള്ളൂ. അതിനുശേഷം അത് വാഷ് ചെയ്യും. 2 പ്രാവശ്യം നോർമൽ വാട്ടറിൽ, ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യും. തേർഡ് ചെയ്യുന്നത് നമ്മൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ട് വാഷ് ചെയ്യും. 3 ടൈം വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്രഷിങ്ങിലേക്ക് കിടക്കുന്നത്. നട്ട്സ് കളക്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഈ കോസ്റ്റൽ ഏരിയയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച നാളികേരം എന്ന് നമുക്ക് പറയാം ഈ കോസ്റ്റൽ ഏരിയയിലെ നാളികേരം. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വീതി കൂടുതലായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ചിരട്ട കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം,
ആ അതെ അതെ. അതിന്റെ വീതി കൂടുതൽ, പിന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ നാളികേരത്തിന്. അതുകൊണ്ട് പാലിനും നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി കൂടും നമ്മുടെ പ്രോഡക്ട്സിന്റെ. അതാണ് ഈ തീരദേശ മേഖലയുടെ ഒരു പ്രത്യേകത. പിന്നെ ഡൊമസ്റ്റിക് ഫാമേഴ്സിന്റെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അവർ നല്ലോണം വീട്ടിലെ ജൈവവളം ഒക്കെ ഇട്ടിട്ട് ആരും പെസ്റ്റിസൈഡ് ഒന്നും നമ്മുടെ ഇവിടെ ഈ ഏരിയയിൽ നല്ല അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ അവരാരെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളും അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണും നല്ല നാളികേരമാണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. ഇതാണ് ബോയിലർ. ഇതിലാണ് നമ്മൾ പൊട്ടിച്ച ചിരട്ടയുടെ പീസ് ഉണ്ടല്ലോ, അത് ചകിരിയൊക്കെ വെച്ചിട്ടാണ് ഇത് കത്തിക്കുക. ഇതിൽ നിന്നുള്ള ഹോട്ട് എയർ വെച്ചിട്ടാണ് നമ്മൾ അകത്ത് വെള്ളം ചൂടാക്കുന്നതൊക്കെ. ബാക്കിയുള്ള പ്രോസസ്സിനുള്ളതൊക്കെ നമ്മൾ ഇതിനാണ് ചെയ്യുന്നത് എല്ലാറ്റിനും. എന്നിട്ട് നമ്മളിവിടെ ഹോട്ട് വാട്ടറിൽ ബോയിൽഡ് വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം ഈ മെഷീനിൽ ഇടുന്നു. ഈ മെഷീൻ്റെ പേരാണ് ഡിസെൻറ്റിഗ്രേറ്റർ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പൗഡർ ചെയ്യുന്നത്, പൊടിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഡബിൾ സ്ക്രൂ പ്രസ് എന്ന് പറഞ്ഞ മെഷീൻ. ഇതിൽ നിന്നാണ് നമ്മൾ പാലെടുക്കുന്നത്, തേങ്ങാപ്പാൽ. പാലെടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ മെഷീനിലേക്ക് വെക്കും. ഇതാണ് ഹോമോജനൈസർ. ഇതിൽ വെച്ചിട്ട് നമ്മൾ അതിനെ 74 ഡിഗ്രി 80 ഡിഗ്രി വരെ നമ്മളിത് ചൂടാക്കും. എന്നിട്ട് ആ ചൂട് പോകുന്നതിന് മുമ്പ് നമ്മളത് പാക്ക് ചെയ്യും. നേരിട്ട് പാക്കിംഗ് സെഷനിലേക്കാണ് പിന്നെ പോകുന്നത്. പാക്ക് ചെയ്തതിന് ശേഷം ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അത് ഈ മെഷീൻ നമ്മൾ കണ്ടല്ലോ, ഇതിനെയാണ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ മെഷീൻ. ഇതിലാണ് ഡബിൾ പാസ്ചറൈസേഷൻ നമ്മൾ ചെയ്യുന്നത്. 112 to 14 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കയറ്റും നമ്മൾ. അതിനുശേഷം കൂൾ ഡൗൺ ആവും. എന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ തുടച്ചിട്ട് കാർട്ടൺ ബോക്സിലാക്കും. അതോടെ പ്രോസസ്സ് കഴിഞ്ഞു. ഈ കോക്കനട്ട് മിൽക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കാറ്ററിംഗർ യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കറി പ്രോഡക്ട്സിൽ ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി എടുക്കുന്നുണ്ട്. അതായത് ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് കണ്ടൻസ് ചെയ്തിട്ട് ചോക്ലേറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് ചോക്ലേറ്റ് എന്നിട്ട് അവർ യു എസിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ മിൽക്ക് ഉണ്ടാക്കലാണ് മെയിൻ പ്രൊസീജിയർ. മറ്റു പ്രോഡക്ട്സ് ഒക്കെ അതിന് ശേഷം വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് കേരളത്തിന് പുറത്താണ് ഇതിന് ഡിമാൻഡ് ഉള്ളത്. വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്നല്ലോ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിസ്ക്കറ്റും അതൊക്കെ ഉണ്ടാക്കാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറൊക്കെ ഫിലിപ്പൈൻസിൽ നിന്ന്, തായ്ലാൻഡിൽ നിന്നൊക്കെ, ഇന്തോനേഷ്യ നിന്നൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇത്രയധികം കമ്പനികളുണ്ട് നാളികേരത്തിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുടെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് കുറവിൽ കിട്ടുന്നുള്ളതാണ്. അതിന് നമ്മളുടെ പ്രോഡക്റ്റ് ഇവിടെ വേജസ് കൂടുതലാണ്. അതാണ് ഒരു ഇഷ്യൂ. നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യലാണ് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വേണ്ടത്. ഇപ്പൊ നാളികേരം നമ്മുടെ സിഗ്നേച്ചറാണ്. നമ്മുടെ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം ഈ സെയിം പ്രോഡക്ട്സ്. നമ്മളുടെ പ്രോഡക്ട്സ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ഇല്ലാതെ നമ്മൾ വിഷമിച്ച് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ കോക്കനട്ട് മിൽക്ക് തന്നെ കേരളത്തിന് പുറത്ത് നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ നമ്മളുടെ മുന്നിൽ വെച്ചിട്ട് അവർ പൊട്ടിച്ച് കുടിക്കുകയാണ്. പക്ഷെ ഇന്നേ വരെ ഞാൻ കേരളത്തിലൊരാളും അങ്ങനെ ചെയ്തത് കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇതിപ്പോ എന്റെ മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഹോൾ കേരളയിൽ നമ്മൾ ഉണ്ടാക്കുന്ന വാല്യൂഡ് പ്രോഡക്ട്സ് ഫ്രം കോക്കനറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ അതായത് കേരളത്തിലെ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രോഡക്ട്സിന് വേൾഡ് വൈഡ് ഒരു പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല ഇതിനെല്ലാവർക്കും വേൾഡ് വൈഡ് ആവശ്യക്കാരും ഉണ്ട്. പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് അവരുടെ കൈകളിലേക്ക് എത്താത്തതിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ സൂപ്പർബ് പാക്കിംഗ് വേണം. അവിടെ ടെട്രാ പാക്കിംഗ് ഒക്കെയാണ് പലരും ചോദിക്കുന്നത്. നമ്മൾ ഗൾഫ് എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും ഓക്കെയാണ്, നല്ല പ്രോഡക്റ്റാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എല്ലാം ഓക്കെയാണ്. പക്ഷെ അവർ പറയുന്ന ഒരു പാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ടെട്രാ പാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരു 5 crore ഒക്കെ അതിനൊരു ആവശ്യമുണ്ട്. അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിപ്പോ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണല്ലോ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായിട്ടുണ്ട്. അതിനിപ്പോ ഒരു ക്ലസ്റ്ററോ എന്തെങ്കിലുമൊക്കെ ഒരു ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും ഗുണങ്ങളും നമ്മുടെ പ്രോഡക്റ്റ് അത്രയും വാല്യുബിളും ആണ്. അപ്പൊ അതൊരു നമുക്കൊരു വിഷമമുണ്ട്. ഗുണമില്ലാത്തൊരു പ്രോഡക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളെന്നറിയാലോ കേരളം എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ പ്രോഡക്റ്റ് അങ്ങനത്തെ ഒരു ഹെൽപ്പ് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഉണ്ടാക്കണം എന്ന് നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ
എന്താ പറയുക കോവിഡിന് വരെ എതിരായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പ്രൂഫൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഇമ്മ്യൂണിറ്റീനെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ റിസർച്ച് നടത്താനും അങ്ങനത്തെ ഒരു ലെവലിൽ എത്തിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാവട്ടെ എന്ന് കൂടി ഒരു ആഗ്രഹമുണ്ട് നമുക്ക്. എല്ലാവരുടെയും ലൈഫിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരുപാടൊന്നും റിസ്ക് എടുക്കാറില്ല. അത്രയും പ്യുവറായിട്ടും ഹൈജീനിക് ആയിട്ടും കോക്കനട്ട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രീനോറ ഇന്റർനാഷണൽ ആണ് ഇന്ന് ടോപ്പ് ടിക്കറ്റ്സിലൂടെ പരിചയപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി മാഡത്തിനെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടോപ്പ് ടിക്കറ്റ്സിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ.